kitak jum tak, jum tak, kitak jum tak. Christmas bells are ringing, hooray ho, we celebrate birth of Jesus. How long is Christmas time? Hooray! How long is Christmas time? ലോകരക്ഷയ്ക്കായിട്ട് മണ്ണിൽ അവതരിച്ച ദൈവപുത്രന്റെ തിരുപ്പിറവി ക്രിസ്മസ്. ഞങ്ങളുടെ ക്രിസ്മസ് റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ ആഘോഷമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിന്റെ പിറന്നാളാണ് ഇന്ന് ക്രിസ്മസ്. ബെത്ലഹേമിലെ ഈ തിരുപ്പിറവി ലോകമെമ്പാടുമുള്ള ആളുകൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ റെഡ് കാർപ്പറ്റിന്റെ ടീമും അതിന്റെ കൂടെ ഒരു ഭാഗമാവാൻ പോവാണ്. നിങ്ങളെയും ഞങ്ങളുടെ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ് ആൻഡ് വി വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ്. ഇന്നത്തെ ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്നത് ദ വെരി സ്പെഷ്യൽ പേഴ്സണാലിറ്റി. മലയാള സിനിമയിലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ നമ്മളെല്ലാം വിസ്മയിപ്പിച്ച അഭിനേത്രി ശ്വേത മേനോൻ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നമ്മളിപ്പോ ക്രിസ്മസിന്റെ ഒരു സെലിബ്രേഷനിൽ എത്തി നിൽക്കാണ്. സോ ശ്വേതാജിയുടെ ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? സ്കൂൾ ലൈഫിലെയോ അല്ലെങ്കിൽ കോളേജ് ലൈഫ് അല്ലെങ്കിൽ കുഞ്ഞുനാളിലുള്ള എന്തെങ്കിലും ഓർമ്മകൾ? ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് ആണ് സ്റ്റിൽ നോട്ടിയാണ്. അപ്പൊ ഈ കുസൃതികൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിസ്മസ് ഓർമ്മ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഐ എം ബേസിക്കലി ക്വൈറ്റ് എ നോട്ടി പേഴ്സൺ. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ സോ കുറെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒന്നും ഒരു പെർട്ടിക്കുലർ ആയ ഒരു മൂവ്മെന്റ് ഒന്നും ഓർമ്മ വരില്ല. പക്ഷെ എനിക്ക് ഇത്ര ഓർമ്മയുണ്ട്. ഒരു വലിയൊരു ബോക്സിൽ തുറന്ന് എൻഡിൽ എഴുതിനെ ഹായ് ഹാപ്പി ക്രിസ്മസ് എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ that was one of the beginning of ഒരു കുസൃതി. But yeah, ലൊക്കേഷനിലുള്ള എന്തെങ്കിലും ക്രിസ്മസ് ഓർമ്മകളുണ്ടോ? I think no, I don't remember. Basically ഞാൻ അപ്പം മുങ്ങണ ഒരാളാണ്. സെലിബ്രേഷൻ വന്നാൽ നമ്മൾ മുങ്ങും. എങ്ങോട്ട് മുങ്ങും? മുങ്ങുന്ന് പറഞ്ഞാൽ ഞാൻ ഹോളിഡേ യൂഷ്വലി ആ സമയത്തെല്ലാം ഹോളിഡേ എടുക്കുന്ന ഒരാളാണ്. ബേസിക്കലി ഐ ആം എ ക്വൈറ്റ് എ സെലിബ്രേറ്റിംഗ് പേഴ്സൺ. എല്ലാ ദിവസവും ക്രിസ്മസ് ആണ്, ഓണമാണ്, വിഷു ആണ്, ദിവാലിയാണ്. ഓൾ ദ ടൈം സെലിബ്രേഷൻ ആണ്. ആൻഡ് ആ ഒരു പ്രസരിപ്പായിരിക്കും ശ്വേത ചേച്ചിയുടെ ഹോൾ പേഴ്സണാലിറ്റിയിലുള്ളത്. എനിക്ക് പേഴ്സണലി ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ് എല്ലാം ശ്വേത ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു ശ്വേതാജി. താങ്ക് യു. ഈ മിസ് ഇന്ത്യ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ഭയങ്കര വലിയൊരു കോമ്പറ്റീഷനാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിന്റെ ഫൈനലായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ലോങ് പ്രോസസ് ആണ്. ശ്വേതാജി എങ്ങനെയാണ് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തത്? ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആദ്യമായിട്ട് പാർലർ, അവിടെ കോഴിക്കോടിൽ ബെറ്റർ ഹാഫ് ഒരു പാർലർ ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ക്ലാസ്മേറ്റും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെറുതെ അവിടെ ഫെമിന മാഗസീൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കി ഇപ്പോൾ മിസ് ഇന്ത്യന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ വെറുതെ ടൈം പാസിന് അത് എല്ലാം ഫില്ല് ചെയ്തു. എൻ്റെ ഫ്രണ്ട് അത് സൈൻ ചെയ്തു. അത് അവിടെ തന്നെ ഇരുന്നിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലെറ്റർ വീട്ടിൽ വന്നു ദാറ്റ് കൺഗ്രാറ്റുലേഷൻസ് യുവർ ഡോട്ടർ ഹാസ് ബീൻ സെലക്റ്റഡ്. ആ വാക്കായോണ്ടാണ് ചിലപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ അലൗ ചെയ്തത്. ബിക്കോസ് ഇഫ് കൺഗ്രാറ്റുലേഷൻസ് വി റിസീവ്ഡ് യുവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്നെ ഈ ജന്മത്ത് അവിടെ അയക്കില്ല. അപ്പൊ അച്ഛന് ഭയങ്കര ഗമ. എന്റെ മോളെ ഇൻവൈറ്റ് ചെയ്തു ഫെമിന ടൈംസ് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് മിസ് ഇന്ത്യയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ആ ഒരു ജേർണി വളരെ സ്മൂത്ത് ആയിരുന്നു. അതിലൂടെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ സ്വന്തമാക്കാൻ സാധിച്ചു. മുംബൈ പോലുള്ള അല്ലെങ്കിൽ ബോളിവുഡിലേക്കൊക്കെ ഒരു എൻട്രി കിട്ടി അല്ലേ?